Morning. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, നമുക്ക് പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. Good morning, ma'am. Good morning, friends. I am Binsha from Alapi. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. സൈൻ ചെയ്തോളൂ. Good morning, teacher. Good morning, everyone. Today thought, life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. Good morning, ma'am. സൈൻ ഇൻ ഉണ്ടോ? സൈൻ ഇൻ. ഗുഡ് മോർണിംഗ് മാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അശ്വതി മാം ആണ് എടുക്കുന്നത്. അശ്വതി മാമിനെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനെയും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ആക്ടിവിറ്റി ഓർക്കുന്നുണ്ടോ? മാം ഡിഫൻസ് മെക്കാനിസം മാം എടുത്ത ടോപ്പിക്കിന്റെ എക്സാമ്പിൾസും എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലോറി ചാർട്ട് ബാക്കിയുള്ളവരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്യാത്തവർക്ക് ചെയ്തോ? എക്സാമ്പിൾ ഏതെങ്കിലൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്? 5 വരെയല്ലേ നമ്മൾ എടുത്തത്? 5.
സബ്സ്റ്റിറ്റ്യൂഷൻ വരെയല്ലേ എടുത്തത്? അതെ മാം. എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടോ എല്ലാവരും? മാം സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണ്. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എക്സാമ്പിൾ വായിച്ചോളൂ കേട്ടോ. സംനാസ് റിജു എക്സാമ്പിൾ വായിച്ചോളൂ. മിസ്സേ, ഞങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചെയ്തിട്ടുണ്ടായില്ല. ചെയ്തിട്ടില്ല. ബിൻഷ നിഷാദ്. മാം ഞാനും കുറച്ച് ക്ലാസ് ഒക്കെ മിസ്സായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലില്ല, ഞാനങ്ങ് ഇറങ്ങിയായിരുന്നു, കേറാൻ അതല്ലേ. പറ്റിയില്ല. ഓക്കെ. റഷീദ. മാം ഞാൻ ഇന്നാണ് ഒരു കുറെ ദിവസം കഴിഞ്ഞ് ക്ലാസ്സിൽ കയറുന്നത്. ഞാൻ ഓൺലൈൻ ക്ലാസ് വേറെ എനിക്ക് മോൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഇവിടെ. ഇപ്പൊ അവന് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ റെഗുലർ ക്ലാസ്. അതുകൊണ്ട് മോന്റെ കൂടെ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. കവിത. ഞാൻ എഴുതിയിട്ടില്ല. നല്ല കാര്യം, ആരും എഴുതണ്ട. ഒരു കാര്യം പറഞ്ഞിട്ട് മാം ഞാൻ വായിച്ചോട്ടെ. വായിച്ചോളൂ. Defense mechanism. First point, compensation. A silent employee in an office who is so shy among colleagues, but whenever he is asked for a presentation by using computer skills, especially programming and solving digital problems, where other employees find it difficult, he makes it very easily and faster than other employees. A second example, a student who is so not active in interaction, but excels in depicting drawing very well. Third example, an actor who fails in acting but plays a tremendous role in dubbing for famous actors in the same industry. Next, rationalization. Examples. A singer who complains the microphone, the mic, when he or she couldn't perform well. Then a wife who is not interested to attend a function complains to her husband that she doesn't have a good dress for attending the function. Next example, a man who was rejected by the interview board due to his poor performance, and he complains about the interview board. It was very tough and already found one for the vacancy. Then next topic. Substitution. മാം പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന കട്ടായി പോകുന്ന പോലെ ഉണ്ട്. ആണോ? ഞാനൊന്ന് ഒന്നും കൂടെ വായിക്കണോ മാം? വേണ്ട വേണ്ട, ലാസ്റ്റ് വായിച്ചാൽ മതി. ലാസ്റ്റ്. ഓക്കെ. So substitution. The substitution
Your brain swaps something stressful for something safer. Examples. I can't have that real thing, so I'll settle for the next best thing to feel better. Uh, Miss, ma'am, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഓക്കെ മാം. ഞാൻ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് സ്ക്രീൻ മാറിപ്പോയി. ഐഡന്റിഫിക്കേഷൻ തൊട്ട് പറയാം. So we discussed about compensation and rationalization. Next defense mechanism is identification. കുറച്ച് ബഹളാണ് മാം. കുഴപ്പമില്ലല്ലോ. സൗണ്ട് ഡിസ്റ്റർബൻസ്. ഹലോ മാം. കുഴപ്പമില്ല കേട്ടോ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ ഓക്കെ. A child feels small and scared of the dark. He feels that he's like a superhero and start walking in the dark like a superhero. And he feels that being a spider or being a superhero, that makes others feel, I feel that I'm a superhero. Then a student feels nervous presenting in class. And he copies the confidence of the teacher's posture and the voice modulation. And whenever the teacher says, all right, you can do it. So she copies that style of presentation of the teacher and takes some courage, get some courage and perform well in the classroom. Then next is substitution. It is a real concept that overlaps with a few others. People like displacement, replace the emotions. The examples. You are furious at your teacher for a bad grade, and you come home and get mad at your video game, yelling at the screen. You're substituting the emotion with doing other or you're expressing your emotion in other ways. And you miss your best friend who moved away, and you get super attached to a new classmate who reminds you of them, and getting closer to them and find some relaxation with your friend. Then next is അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ മാം. ഓക്കെ, വെരി ഗുഡ്. കുറച്ച് ബഹളാണ്, അതായത് എനിക്ക് അവിടുന്ന് കാര്യമില്ല, നീങ്ങി നിൽക്കാം, അതുകൊണ്ടാണ്. ചെയ്തല്ലോ. ഓക്കെ മാം. അതായത് ഞാൻ നിങ്ങളോട് ഈ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞത് വെറുതെ നേരം പോക്കിനായിട്ടല്ല, ടൈം പാസ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, നമ്മുടെ നേരം കളയാൻ വേണ്ടിയിട്ടല്ല. ഇത് എക്സാമിന് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യണ്ടേ? ആൻസർ ചെയ്യണോ? കറക്റ്റ് ആൻസർ മാർക്ക് കിട്ടണ്ടേ? കിട്ടണോ വേണ്ടയോ? എക്സാമിന് കിട്ടണം.
എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? എക്സാമ്പിൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ നിങ്ങൾ ഇവിടെ നമ്മൾ ക്ലാസ് റൂമിൽ പറയുന്ന എക്സാമ്പിൾ ഒക്കെ ആയിരിക്കും എക്സാമിൽ ചോദിക്കുക. ഇതൊന്നും അറിയാൻ പറ്റില്ലെങ്കിൽ എന്താ നിങ്ങൾ ഉത്തരം എഴുതുക? അതുകൊണ്ടാണ് എക്സാമ്പിൾ എഴുതി കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാകും, ഇങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം, അങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം. കുറച്ച് കഴിയുമ്പോൾ ഇത് മറന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ആ സമയത്തായിരിക്കും എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, എന്തായിരിക്കും ഇത്, അല്ലെങ്കിൽ ഏത് എക്സാമ്പിൾ ആണ്, ഏത് ഡിഫൻസ് മെക്കാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ക്ലാസ് റൂമുകളിലും എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ചെയ്യാനായിട്ട് പറഞ്ഞത്. ആദ്യം കലോറി ചാർട്ടിന്റെ കാര്യം പറഞ്ഞു, അത് കുറെ അധികം ലേറ്റ് ആയി, ഓക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഇപ്പൊ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു, അതും ആരും എഴുതിയിട്ടില്ല. ആകെ എഴുതുന്നത് ടീന, പിന്നെ സനില. സനിലയല്ലേ ടീന ഉള്ളത്? വേറെ കേറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? സനില. വയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. 2-3 പേര് മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്, ബാക്കി ആരും തന്നെ ചെയ്യുന്നില്ല. അപ്പോ അവരവരുടെ എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അതിനനുസരിച്ച് പണിയെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് കിട്ടുക. അപ്പൊ ഇനിയെങ്കിലും ചെയ്യാൻ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി ചെയ്യും എല്ലാവരും? ചെയ്യും. അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ എന്തായാലും ചെയ്തിരിക്കും. ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നല്ലത് കേട്ടോ. അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ ഡിഫൻസ് മെക്കാനിസം കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇത് സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ തന്നെ പണിയെടുത്താൽ മാത്രമാണ്, നമ്മൾ തന്നെ എക്സാമ്പിൾ ഒക്കെ കണ്ടെത്തിയാൽ മാത്രമാണ് നമ്മൾക്കത് കൂടുതലായിട്ട് അതിനെ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇനിയെങ്കിലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ അടുത്ത ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് പോവാം. ഞാൻ തന്നെ വായിക്കുക കേട്ടോ. റിപ്രഷൻ ആണ്, അല്ല സബ്ലിമേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ വരെ എടുത്തു, ഇനി സബ്ലിമേഷൻ ആണ് എടുത്തത്. ഇറ്റ്സ് എ ഫോം ഓഫ് മെക്കാനിസം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് അവർ അൺഅക്സെപ്റ്റബിൾ ഡിസൈർസ് ഓർ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ഇൻടു സോഷ്യലി ഡിസൈറബിൾ ചാനൽസ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പോരായ്മകൾ, അതിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊന്നില് ആശ്രയിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നെന്ന് വിചാരിക്കാം. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഓർത്തു നോക്കിയേ. ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ദുൽഖർ സൽമാന്റെ കലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ഒരു മൂവി ആയിരിക്കും കലി. അതിനകത്ത് ഭയങ്കര എന്താ പറയാ, ഒരു ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ അല്ലെ ദുൽഖർ സൽമാന്റേത് അല്ലെ? ഏത് സമയവും നിസ്സാര കാര്യത്തിനായാലും എന്ത് ചെയ്യും? ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അതില് ഒരു അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ വരുന്നുണ്ട്. അപ്പൊ ആ കസ്റ്റമറിനോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ, അതായത് ആ കസ്റ്റമറിന്റെ റിപ്ലൈ എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അങ്ങനെ അദ്ദേഹം ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എനിക്ക് പോയിട്ട് വാഷ്റൂമിന്റെ സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നു? നന്നായിട്ട് കൈ കൊണ്ട് ചുമരും പിടിക്കുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? ആ സീനൊക്കെ ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ട്. അതായത് അദ്ദേഹത്തിന്, ആ ക്യാരക്ടറിന് ആ സമയത്ത് ദേഷ്യം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആ ദേഷ്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അദ്ദേഹം മാറി നിന്നുകൊണ്ട് ആ ദേഷ്യം അവിടെ തീർക്കുക ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും തിരികെ വന്ന ആ കസ്റ്റമറിനോട് ചിരിച്ച് സംസാരിക്കും. ഓക്കെ, അപ്പൊ ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും? ചിലപ്പോ ആ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോ ഗെയിം കളിക്കാം, അല്ലെങ്കിൽ വേറെ ചില ആക്ടിവിറ്റികൾ ചെയ്യാം അല്ലെ? ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? സബ്ലിമേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിള് പറയുവാണെങ്കിൽ, കുട്ടികളില്ലാത്ത 2 പേര്.
മറ്റു കപ്പിൾസ്, കുട്ടികളില്ലാത്ത 2 പേര്, അവർക്ക് കുറെ വർഷങ്ങളായി അവരുടെ മാരേജ് കഴിഞ്ഞിട്ട്, കുറെ കൊല്ലങ്ങളായി അവര് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. പക്ഷെ കുട്ടികളില്ല. ധാരാളം മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, കുറെ അധികം കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടികളില്ല. അപ്പോ ആ കുട്ടികളില്ല എന്ന് പറയുന്നത് ആ കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവ് തന്നെയാണ്, അല്ലെ? ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് അവർ എല്ലാ വർഷവും അനാഥാലയങ്ങൾ തോറും പോകും. എന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കും. അപ്പൊ അവർക്കറിയാം കുട്ടികളില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു കുറവാണ്. സമൂഹം അങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നത്, അല്ലെ? അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് അനാഥാലയങ്ങളിൽ ചേർന്നിട്ട് ഓഫൺ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത്? വസ്ത്രവും ഭക്ഷണവും സമ്മാനവും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ദുഃഖം അവിടെ എന്ത് ചെയ്യുവാണ്? മറക്കുവാണ് അവര് ചെയ്യുന്നത്. അപ്പൊ ഇതും എന്താണ്? സബ്ലിമേഷന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ് മാം. ഒന്നും കൂടി ഒന്ന് ഡെഫിനിഷൻ പറയൂ. അതായത് ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്, കുട്ടികളില്ലാത്ത 2 പേര്, അവര് ആ കുട്ടികളില്ല എന്ന് പറയുന്ന ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അനാഥാലയങ്ങളിൽ ചെന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോ ഒന്നിന്റെ കുറവ് നികത്താനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതിനെയാണ് നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായി? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. സബ്ലിമേഷൻ എന്തെങ്കിലും കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാവുന്നതാണ്. ഇല്ല? മാം, ദേഷ്യം വരുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ വേഗം കഴുകി തീർക്കും അടുക്കളയിൽ. ഓക്കെ. അതൊരു എക്സാമ്പിൾ ആണ് സബ്ലിമേഷൻ. ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിട്ടല്ലേ അങ്ങനെ ചെയ്യുന്നേ? അതെ, അപ്പൊ പെട്ടെന്ന് ആ ജോലി. ശരിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. റിപ്രഷൻ. ഫ്രോയിഡ് എന്നാണ് കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നത്. ഫ്രോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ മാം? സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ് അദ്ദേഹം? മനഃശാസ്ത്രത്തിന്റെ പിതാവല്ലേ? ഫാദർ ഓഫ് സൈക്കോളജി ആണല്ലേ? മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. Freud described it as basic mechanism in which our strong emotional ideas and uncomfortable memories which do not agree with our social values and norms are split off from consciousness and thrown into the unconscious. In other words, it's a process of unconscious forgetfulness of our unpleasant and conflict-producing emotions and desires. Depression എന്ന് പറഞ്ഞാല് ഒരു തരം അടിച്ചമർത്തലാണ്. അതായത് നമ്മൾക്ക് ഫ്രോയിഡ് പറയുന്നുണ്ട്, നമുക്ക് 2 മൈൻഡ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 2 മനസ്സ് നമ്മുടെ? ഏതൊക്കെയാ? കോൺഷ്യസ്, അൺകോൺഷ്യസ്. കോൺഷ്യസ് മൈൻഡും ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്, അല്ലെ? ബോധ മനസ്സും ഉണ്ട്, ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സും നമ്മൾക്കുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ അബോധ മനസ്സിൽ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും, അല്ലെ? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അത് കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാല് ഒരുവിധം നമുക്ക് എന്താ പറയാ, നമ്മൾക്ക്
ആ പ്രോബ്ലത്തെ, അതായത് കുഴിച്ചു മൂടി കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയുണ്ടാവില്ല, ഉപബോധ മനസ്സിൽ നടക്കുന്ന കാര്യമല്ലേ, നമ്മൾ പിന്നീട് അത് നമ്മുടെ മൈൻഡിലേക്ക് അത് അധികം വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള ഒരു കാര്യത്തിലൂടെ നമുക്ക് പല പ്രശ്നങ്ങളെയും നേരിടാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ രണ്ട് കൂട്ടുകാരെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈക്കിൽ. പെട്ടെന്ന് ആ ബൈക്കിൽ ഒരു ലോറി വന്ന് ഇടിച്ചു, ആക്സിഡന്റ് ആയി. അപ്പൊ അതിനകത്ത് ഓടിച്ചിരുന്ന വ്യക്തിയും ആ സ്പോട്ടിൽ തന്നെ ഓടിച്ചിരുന്ന വ്യക്തി, അതായത് ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. ബാക്കിൽ ഉണ്ടായിരുന്ന, അതായത് പുറകിലിരുന്ന വ്യക്തിയെ അപ്പൊ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ നില ക്രിട്ടിക്കലാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയൊന്നുമില്ല. അദ്ദേഹത്തെ ചികിത്സ അവിടെ ആ ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന് ബോധം വരുന്ന സമയത്ത് ആദ്യം അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെയാണ്. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം മരിച്ചുപോയത്. അപ്പൊ ഇദ്ദേഹത്തിന് കൂടുതലായിട്ട്, അതായത് എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ആക്സിഡന്റിന്റെ ചിത്രമാണ്. അതായത് ആ ബൈക്കിൽ അവർ പോകുന്ന ചിത്രം, പെട്ടെന്ന് എന്തോ വന്ന് ഇടിക്കുന്ന ആ ഒരു ചിത്രം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അപ്പോ അദ്ദേഹം റിക്കവറായി വന്നു കഴിഞ്ഞാൽ കൂടിയും ആ പ്ലേസ് കാണുമ്പോൾ, അതായത് വീണ്ടും ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം ഇത് വീണ്ടും ഈ ആക്സിഡന്റിന്റെ കാര്യം വീണ്ടും ഓർക്കും, അല്ലെ? അപ്പൊ ഇത് കുറച്ചു നാളത്തേക്ക് എന്തേ ഉണ്ടാവുള്ളൂ? മനസ്സിലുണ്ടാവുള്ളൂ. നമ്മൾക്കത് ഓർമ്മ വരും. പക്ഷേ നമ്മളിത് ഉപബോധ മനസ്സിൽ കുഴിച്ചു മൂടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ഉപബോധ മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുള്ളവരല്ലേ? ആരും തന്നെ കാണാത്തവരുണ്ടാവില്ല, അല്ലെ? മണിച്ചിത്രത്താഴ് മൂവിയില് ഗംഗ നാഗവല്ലിയായിട്ട് മാറുന്നുണ്ട്, അല്ലെ? ഇല്ലേ, കണ്ടിട്ടില്ലേ അത്? പല സീനുകളിലും ഇല്ലേ അത്? ഗംഗ നാഗവല്ലിയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ലാസ്റ്റ് സീനില് അതിനകത്ത് കാരണവർ, അതായത് സുരേഷ് ഗോപിയെ കൊല്ലുന്ന ഒരു സീൻ ഉണ്ട്, അല്ലെ? കൊല്ലാൻ വരില്ലേ നാഗവല്ലിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം? അപ്പൊ അതിനകത്ത് ഗംഗയുടെ ഉപബോധ മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം ആ ഒരു സീനില് നമ്മളുടെ ലാലേട്ടൻ ഒരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അതായത് സുരേഷ് ഗോപിയുടെ യഥാർത്ഥ ബോഡിക്ക് പകരം ഡമ്മിയാണ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഡമ്മി കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആ ഡമ്മിയിലാണ് എന്ത് ചെയ്യുന്നത്? ഗംഗ കത്തി ഉപയോഗിച്ചിട്ട് ആ ബോഡി എന്താ പറയാ കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ ആ ബോഡി ശരിക്കും കത്തി കൊണ്ട് കീറുന്നതല്ലേ, കുത്തുന്നതൊക്കെ ആ ഡമ്മിയാണ്. അപ്പൊ ഗംഗയുടെ ഉപബോധ മനസ്സില് അത് ശരിക്കും ആ കാരണവരെന്ന് പറയുന്ന ക്യാരക്ടറാണ്. അയാളെ കൊന്നു കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം, കൊന്നു എന്നുള്ള പറയുന്ന ഒരു പ്രതീതിയാണ് ആ നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഉണ്ടാവുക. പിന്നീട് അവരവിടെ അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? അവിടെ തളർന്നു വീഴുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം അവർ എണീക്കുന്നത് പുതിയൊരു ഗംഗയായിട്ടാണ്. കഴിഞ്ഞതൊന്നും അവർക്ക് ഓർമ്മയില്ല. അപ്പൊ ഇതെന്താ ചെയ്യുന്നേ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫ്രോയിഡിന്റെ സിദ്ധാന്തം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഉപബോധ മനസ്സിലാണ് ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഉപബോധ മനസ്സിൽ അത് കുഴിച്ചു മൂടി കഴിഞ്ഞു. ഇനി അത് ഒരിക്കലും വരില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നമുക്ക് പല പ്രശ്നങ്ങളെയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഉപബോധ മനസ്സിൽ കുഴിച്ചു മൂടി നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാൻ, നമ്മളൊട്ടും എന്താ പറയാ മനസ്സിൽ വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപബോധ മനസ്സിൽ കുഴിച്ചു മൂടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പിന്നീട് അതൊരു വേദനയായിട്ട് നമ്മളത് ഇടയ്ക്ക് ഓർക്കുമെങ്കിൽ കൂടിയും ചില സമയത്ത് ചിലപ്പോൾ നമുക്കത് വരാം. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ റിപ്രഷൻ? ക്ലിയർ ആണോ എല്ലാവർക്കും? പിന്നെ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. അതായത് നമ്മൾക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ, അല്ലെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെ? പ്രണയിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അത് കോളേജിലാകാം, സ്കൂളിലാകാം. ഓക്കെ, അപ്പോ ആ പ്രണയിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞാല് കണ്ണ് കണ്ടുകൂടാ, അല്ലെ? അങ്ങനെയാണ്. അതായത് ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ രണ്ടുപേരും, അതായത് പ്രണയിക്കുന്ന രണ്ടുപേര് തമ്മിൽ ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടാകും, അല്ലെ? ഭയങ്കരമായിട്ട് ആ തീവ്രത എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കുള്ളൂ. മറ്റാളുകളെക്കാളും കൂടുതലായിട്ട് നമ്മള് പ്രണയിക്കുന്ന ആളുകളെയാണ് കൂടുതലായിട്ട് സ്നേഹിക്കുന്നത്.
അപ്പോ കുറെ നാളുകളായിട്ട് ആ റിലേഷൻഷിപ്പ് തുടർന്നു പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കാം. ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ഭയങ്കര വിഷമം തോന്നും അല്ലെ? അയ്യോ, ഈ ലോകത്ത് ജീവിക്കണ്ട, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം, അങ്ങനെയുള്ള ചിന്തയൊക്കെ ആയിരിക്കും ചിലപ്പോ ആ സമയത്ത് വരുന്നത്. അപ്പൊ ആ സമയത്ത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല് അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ആ സമയത്തെ വിഷമം എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് സ്വാഭാവികമായിട്ടും മറക്കും. ഓക്കെ, അതായത് നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങള് കുഴിച്ചു മൂടുന്നത്. അപ്പൊ കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ചിലപ്പോ അതിന്റെ ഓർമ്മകൾ വരുമെങ്കിൽ കൂടിയും പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളത് വിട്ടുകളയാറുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഉപബോധ മനസ്സില് നമ്മളത് കുഴിച്ച് മൂടുന്നുണ്ട്. അപ്പൊ ഇതിനെ എന്ത് പറയാം? റിപ്രഷൻ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കുഴിച്ചു മൂടാനായിട്ട് പറ്റും പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഓർമ്മകളെയൊക്കെ നമുക്ക് ഉപബോധ മനസ്സിൽ കുഴിച്ചു മൂടാൻ. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് തമ്പ് ചെയ്യൂ കേട്ടോ. മനസ്സിലായോ? റിപ്രഷൻ ഓക്കെയാണ്. ഇനി അടുത്തത് റിഗ്രഷൻ ആണ്. റിഗ്രഷൻ. Some people do not come across the problems of life with strain and stress in a mature way. ആരാണ് പറഞ്ഞ മിസ്സേ? ആ വേർഡ് ഒന്നും കൂടി പറഞ്ഞ മിസ്സേ. റിഗ്രഷൻ. റിഗ്രഷൻ ആണ് കേട്ടോ. Some people do not come across the problems of life with strain and stress in a mature way. They revert or goes back to an immature or childish level of behavior and thus avoid the pain, suffering, a conflict or tension. This mode of behavior is called regression. റിഗ്രഷൻ എന്ന് പറഞ്ഞാല് അതായത് ചില വ്യക്തികൾക്ക് ചില അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് അതായത് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. ചിലർക്ക് അതുമൂലം സ്ട്രെസ് ഉണ്ടാകാം. അതായത് പക്വതയോടുകൂടി ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റാത്ത ചിലരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യും. ആ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിലൂടെ അവരുടെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ടെൻഷൻ കുറയുന്നു. ഓക്കെ, ഇതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, ഒരു വ്യക്തി, അതൊരു കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളായിക്കോട്ടെ, മുമ്പ് കുറെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കും. കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, ആൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു സഹോദരി ജനിച്ചിരിക്കുവാണ്. 10 വയസ്സുണ്ട് മൂത്ത കുട്ടിക്ക്. ഇളയ കുട്ടി അതായത് പെൺകുട്ടി സഹോദരി ഇപ്പോഴേ ജനിച്ചിട്ടുള്ളൂ. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞിലേക്കായിരിക്കും പാരന്റ്സിന്റെ കൂടുതൽ ശ്രദ്ധ പോകുന്നത് അല്ലെ? ആണോ? അങ്ങനെയാണോ? പാരന്റ്സിലേക്കായിരിക്കില്ലേ കൂടുതൽ ശ്രദ്ധ പോകുന്നത്? സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് വരിക. അപ്പൊ മൂത്ത കുട്ടി എന്ത് ചെയ്യും? ശ്രദ്ധിക്കാതെ പോകും അല്ലെ? ഇതുവരെ അപ്പൊ മൂത്ത കുട്ടി എന്ന് പറയുന്നത് 10 വയസ്സുണ്ട് കേട്ടോ, കുറച്ച് വലുതാണ് അല്ലെ? എല്ലാ കാര്യങ്ങളും അവന് അറിയാനും എല്ലാ കാര്യങ്ങളും സാധിക്കും ആ വയസ്സില്. അപ്പൊ ഇതുവരെ അവന്റെ ചിന്ത എന്ന് പറയുന്നത് ഇതുവരെ തനിക്കാണ് എല്ലാ കാര്യങ്ങളും ലഭിച്ചിരുന്നത് അല്ലെ? അച്ഛനമ്മയും ഒരു മിഠായി മേടിച്ചാൽ അത് തനിക്കാണ് കൊണ്ടുതരുക. പക്ഷെ ഇപ്പൊ അത് പങ്കിടാനായിട്ട് ഒരാളും കൂടി വന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ചിന്തയായിരിക്കും. ഒരു കളിപ്പാട്ടം മേടിച്ച് ഒരു ഡ്രസ്സ് മേടിച്ചാൽ എല്ലാം തനിക്കാണ് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മേടിക്കുന്നതിനോടൊപ്പം തന്നെ അവൾക്കും മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതലായിട്ട് അവൾക്ക് മേടിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഈ കുട്ടിക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്.
അപ്പൊ ഈ കുട്ടി നോക്കുമ്പോൾ ഇളയ കുഞ്ഞിന് എല്ലാ തരത്തിലുള്ള പരിഗണനയും കൊടുക്കുന്നു, വാത്സല്യങ്ങൾ കൊടുക്കുന്നു. മുമ്പ് കിട്ടിയത് പോലുള്ള കാര്യങ്ങളൊന്നും ഈ മൂത്ത കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ ഈ കുട്ടി ചെയ്യുന്നത്? ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. കുട്ടി ചൈൽഡ് ആണ്, ഓക്കെ, പക്ഷെ മുമ്പ് കുഞ്ഞുണ്ടായിരുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ഇപ്പോൾ ആ പെൺകുഞ്ഞ് ജനിച്ച കുഞ്ഞ് കാണിക്കുന്ന ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ മൂത്ത കുട്ടി ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്? തീരെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? 10 വയസ്സായിട്ടുള്ള കുട്ടി ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട്. ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആണ് കേട്ടോ. അതായത് തന്നെ ഇപ്പോ അതായത് കുഞ്ഞുവാവേനേക്കാളും തന്നെ ഇപ്പൊ ശ്രദ്ധിക്കുന്ന ഒരു ചിന്ത ഈ കുട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ശ്രദ്ധ എന്ത് ചെയ്യണം? മൂത്ത കുട്ടിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടി ചൈൽഡിഷ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും പാരന്റ്സ് ആ കുട്ടിയെ ശ്രദ്ധിക്കും. ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതുവരെ ഇതിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോ കിടക്കയില് മൂത്രമൊഴിക്കുക, അത് 10 വയസ്സായിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുമ്പുണ്ടായിരുന്ന ഒരു പ്രോസസ് ആയിരിക്കും, പക്ഷെ അത് ആ കുട്ടി വീണ്ടും ചെയ്യുന്നു. പിന്നെ ഈ നമ്മുടെ കൈവിരലുണ്ടല്ലോ, അതിങ്ങനെ ചട്ടിക്കൊണ്ടിരിക്കുക, ചെറിയ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും പാരന്റ്സിന്റെ ശ്രദ്ധ മൂത്ത കുട്ടിയിലേക്ക് വരും, 10 വയസ്സായിട്ടുള്ള കുട്ടിയിലേക്ക് പോകും. അപ്പോ അച്ഛനും അമ്മയും കൂടുതലായിട്ട് അവനെ കെയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് അതിന്റെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഇമ്മേച്വർ വേയിലൂടെ അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളെ റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് മെനക്കെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിഗ്രഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങളുടെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ പറയാനായിട്ട്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. മാം, അത് ഏത് കാര്യത്തിലും ഇങ്ങനെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു രീതി എടുക്കുന്നതിനെയാണോ റിഗ്രഷൻ പറയാ? പൊതുവായിട്ട് ജനറൽ ആയിട്ട് നമ്മള് എന്തെങ്കിലും ഇപ്പൊ ഇളയ കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ, വലിയവർക്കും ഇങ്ങനെ വരാം. അതായത് വലിയ ആളുകൾക്കും ചിലപ്പോ വലിയ ആളുകൾക്ക് ചില രീതിയിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോ അവരും ചിലപ്പോ അസുഖം അഭിനയിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറില്ല ചില സമയത്ത് ആളുകള്. അപ്പൊ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മാം, ഒരു കോമഡി വീഡിയോ ആണ്, അത് ഇതിന് മാത്സ് എക്സാമ്പിൾ ആവുമെന്ന് ചോദിക്കാനായിരുന്നു. ഇപ്പം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഹസ്ബൻഡിന് ഇപ്പം ഹസ്ബൻഡ് ഇപ്പൊ അറ്റ് പ്രസന്റ് അവിടെ ഇല്ല. ഇപ്പൊ വലിയ വെയിറ്റുള്ള LPG ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടർ പിടിച്ച് വൈഫ് വരികയാണ്. അപ്പൊ പെട്ടെന്ന് ഹസ്ബൻഡിനെ കാണുന്നത്. അപ്പൊ ഹസ്ബൻഡിനെ കാണുമ്പോ പെട്ടെന്ന് നമുക്ക് അയ്യോ വയ്യാന്ന് പറഞ്ഞ് ആളെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് ഒരു ആക്ടിങ് കാണിക്കുന്നത്, അത് ഇതിനൊരു എക്സാമ്പിൾ ആണോ? ഒരു ചൈൽഡിഷ് ആയിട്ട്. പറ്റും, ചൈൽഡിഷ് ആയിട്ട്. അപ്പൊ നമ്മള് കോൺസെൻട്രേഷൻ അവിടെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ശ്രദ്ധ കിട്ടാനായിട്ട് ചെയ്യുന്നത് അല്ലേ മാം? അറ്റൻഷൻ സീക്കിങ് അല്ലേ? അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് പറ്റിക്കഴിഞ്ഞാല് നമ്മൾ ആ പ്രശ്നത്തെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് കേട്ടോ പറയുന്നത് റിഗ്രഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ്സ് ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ട്? സാധാരണയായിട്ട് എന്തോരം കാര്യങ്ങൾ പറയാനുണ്ടാവുമെന്നോ ഡിഫൻസ് മെക്കാനിസത്തില് 5, 6, 7 ക്ലാസ് കൊണ്ടൊക്കെയാണ് ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ ഡിഫൻസ് മെക്കാനിസം തീർക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് പെട്ടെന്ന് തീരും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഒന്നും പറയാനില്ല? മാം, കുറച്ച് പ്രായമായ വയസ്സായ കുറച്ച് കുട്ടിത്തൊക്കെ ഇപ്പൊ ബാക്കിയുള്ളവർ കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചോ? പ്രായമായില്ലേ? അത് നമുക്ക് റിഗ്രഷനിൽ പെടുത്താൻ പറ്റും കേട്ടോ. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളല്ലേ, പ്രായമായിട്ടുള്ള ആളുകള്, അവര് ചൈൽഡിഷായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട് അല്ലെ ചില സമയത്ത്. അത് എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ, പ്രായത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വരാറുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ പെടുത്താം. ഓക്കെ.
Then next one negatives ആണ് കേട്ടോ. Some individuals react to baffling situations by becoming negative. This means they do not attack the problem or obstacle which challenge them. Instead, they become contradictory, stubborn, and rebellious. Disobedience, temper tantrum, and defense are expressions of their negativism. അതായത് ചില ആളുകളുണ്ട് ചില സിറ്റുവേഷൻസിൽ റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾ, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട് പ്രോസസ് ഉള്ള ആളുകളാണ്, നെഗറ്റീവ് മൈൻഡ് ഉള്ള ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചുറ്റും അങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിൽ ഉണ്ടാകാം, ഫ്രണ്ട് സർക്കിളിലുള്ളവരിൽ ഉണ്ടാകാം, അല്ലെ? നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ? അവര് നെഗറ്റീവ് ആയിട്ടാണ് പറയുള്ളൂ. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും കൂട്ടം കൂടി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ എടുത്തു പറയാം. അപ്പൊ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അവർക്ക്. അവര് ഇത്തരത്തില് മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങള് പറയുന്നതിലൂടെ അവരെന്ത് ചെയ്യാണ്? ഒരു മനസ്സുഖം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 10 പേര് കൂടി നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആ 10 പേരില് ഒരാള് ഭയങ്കരമായിട്ട് വണ്ണം ഉള്ള ആളാണ്, വെയിറ്റ് ഉള്ള ആളാണെന്ന് വിചാരിക്കുക. അതായത് അമിതമായിട്ട് ഓവറായിട്ടുള്ള വണ്ണം ഉള്ള ആളാണ്. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളും കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 10 പേര് കൂടി നിൽക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആള് എന്താ പറയാ? ഈ വണ്ണമുള്ള ആളെ കാണുമ്പോൾ എന്താ പറയുന്നേ? അയാൾക്ക് നല്ല വണ്ണമുണ്ട്. നീ നല്ലോണം വണ്ണം വെച്ചല്ലോ, നീ എന്താ കഴിക്കുന്നേ? ഓ, നീ ഇതൊന്ന് കുറച്ചുകൂടെ, എന്ത് വിചാരിക്കും? പറയുന്നതിലൂടെ ആ പറയുന്ന ആൾക്ക് ഒരു സുഖം കിട്ടുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിലൂടെ അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാണെങ്കിലോ അയാൾ അവിടെ തീർന്നു. ഓക്കെ, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ദിവസം മുഴുവൻ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഇത് തന്നെ ആയിരിക്കും നമ്മുടെ കാതില് മുഴങ്ങുന്നത്. ഓ, ഞാൻ തടി വെച്ചു, കണ്ണാടിയിൽ പോയി നോക്കും, എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കണം, പിന്നെ ഡയറ്റ് നോക്കും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ പോകും, അല്ലെ? അങ്ങനെ എടുത്തു ചാടി പെരുമാറുന്ന ആള്. അപ്പൊ ഈ ഒരൊറ്റ ആളുടെ വാക്ക് കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അപ്പോ ഈ നെഗറ്റീവിസം എന്ന് പറഞ്ഞാല് ഒരു തരം, അതായത് നെഗറ്റീവ് തോട്ടുള്ള ആളുകള് അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് ഉള്ള ആളുകള് നമ്മളിലേക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളിലേക്ക് സ്വാധീനം ചെലുത്തുന്നത് വഴി നമ്മുടെ ജീവിതം മാറി മറിയുന്നതാണ്. ഇപ്പൊ നെഗറ്റീവിസം എന്ന് പറയുന്ന ആ ഡിഫൻസ് മെക്കാനിസത്തിലൂടെ ആ നെഗറ്റീവ് പ്രോസസ്, തോട്ട് പ്രോസസ് ഉള്ള ആൾക്ക് എന്ത് കിട്ടുകയാണ്? സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഡിഫൻസ് മെക്കാനിസത്തെ പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അമർ അക്ബർ അന്തോണിയില് ഒരു മൂവി സീനില്ല, എപ്പോഴും ദുരന്തം മാത്രം, നെഗറ്റീവ് മാത്രം പറയുന്ന ഒരു ക്യാരക്ടർ, പാഷാണം ഷാജി. അതെ അതെ അതെ, ഉണ്ട് അല്ലെ? അത് ഇതിനൊരു എക്സാമ്പിൾ ആ ആയിരിക്കും അല്ലെ? അതെ, അത് അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മാറിയിട്ടുള്ളത്. കാരണം അത് പറയാതെ അയാൾക്ക് ഉറക്കം പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ ഇത് നെഗറ്റീവിസം എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ അതിനകത്ത് കുറേയധികം കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സ്റ്റബോൺ, റിബല്യസ്, ഡിസൊബീഡിയൻസ്, ടെമ്പർ ടാൻട്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ അത്. ഇനി നെക്സ്റ്റ് വൺ സിംപത്തിസം ആണ്. സിംപത്തിസം എന്താണ് നമുക്ക് നോക്കാം. In sympathism, the individual avoids the need of solving his problems by getting the sympathy of others. Many people get contented if they can turn to someone for sympathy. They try to attain attention and secure expression of concern over their difficulties. അതായത് സിംപത്തിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്, അതായത് ചില ആളുകൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സിംപതിയിലൂടെ അത് സോൾവ് ചെയ്യുന്നതാണത്
സിംപതിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആളുകളിൽ നിന്ന് സിംപതി പിടിച്ചു പറ്റുന്നു. സിംപതി പിടിച്ചു പറ്റുന്നതിലൂടെ അവരുടെ പ്രോബ്ലംസിനെ അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ധാരാളം ഭിക്ഷാകർ അല്ലെ, ഭിക്ഷ എടുക്കുന്ന ആളുകളില്ലേ, ബഗ്ഗേഴ്സ് ഉണ്ടാവില്ലേ, അവർ നമ്മുടെ അടുത്ത് വരുമോ അല്ലെ? ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വരാറുണ്ടോ നിങ്ങളുടെ അടുത്തൊക്കെ? വരാറുണ്ട്. അപ്പൊ അവരെന്തെങ്കിലും പൈസ ചോദിക്കും അല്ലെ? ചിലപ്പോ കാർഡൊക്കെ നമുക്ക് തരും അല്ലെ? ഒരു കാർഡൊക്കെ ഉണ്ടാവും, അത് തരും. പിന്നെ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ എന്തിനാണ് അവര് വരുന്നത്? അതായത് അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു അവസ്ഥ കാണിച്ചിട്ട് നമ്മളിലേക്ക് സിമ്പതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾക്ക് അവരെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വിഷമം തോന്നുമോ? അവർക്ക് നമ്മളെ പോലെ അല്ലല്ലോ, കൈയില്ലല്ലോ, കാലില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾക്ക് വരുന്നത്. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അവരെ കാണുമ്പോൾ നമ്മൾക്ക് സിമ്പതി ഉണ്ടാകും. അപ്പൊ നമ്മളുടെ സിമ്പതിയാണ് എന്ത് ചെയ്യുന്നത് അവരവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കുന്നതിലൂടെ അവർക്ക് ചിലപ്പോ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. ഇതാണ് സിംപതിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ സിംപതി പിടിച്ചു പറ്റി അവരുടെ പ്രശ്നങ്ങൾക്ക്, അതായത് ശരിക്കുമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. അപ്പൊ ഭിക്ഷക്കാരെന്ന് പറയുമ്പോൾ അവരുടെ കയ്യില് പൈസ ഇല്ല, മറ്റുള്ള ആളുകൾ തന്നിട്ട് വേണം അവർക്ക് ജീവിക്കാനായിട്ട് അല്ലെ? അപ്പൊ അവരെ കാണുന്നതിലൂടെ മറ്റുള്ളവർ ഇവർക്ക് പൈസ കൊടുക്കും. പൈസ കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രശ്നം, അതായത് അവർക്ക് ഭക്ഷണം മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ മറ്റുള്ളവർ പൈസ കൊടുക്കുമ്പോൾ ആ പൈസ അവർക്ക് കിട്ടുവാണ്. അപ്പൊ അവരുടെ പ്രശ്നം അവിടെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യപ്പെടും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയല്ലേ അവര് ജീവിക്കുന്നേ? ഇതിപ്പോ ഞാൻ ഭിക്ഷക്കാരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. വേറെ നമ്മുടെ ലൈഫിൽ ചില ആളുകൾ വരാം. ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലും മോശമായിരിക്കും, മോശം കണ്ടീഷനിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. അപ്പൊ എപ്പോഴും ഹെൽപ്പ് ചോദിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഇത്ര രൂപ തരുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം മേടിക്കാനാണ്, അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനാണ്. അങ്ങനെ എപ്പോഴും നമ്മളെ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട് പൈസ മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, അതായത് ചോദിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്, അതായത് ഏത് വ്യക്തിയോടാണോ ചോദിക്കുന്നത് ആ വ്യക്തിക്ക് അയാളോട് സിമ്പതി ഉണ്ടാവുകയാണോ, അവൻ കഷ്ടപ്പെടുവാണല്ലോ പൈസക്ക് വേണ്ടി, കൊടുത്തേക്കാം. അപ്പൊ കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണോ ആ പ്രശ്നം എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യപ്പെടും. അപ്പൊ സിമ്പതി കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, സിമ്പതി ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളാണ് സിമ്പതിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വിഡ്രോവൽ ആണ് കേട്ടോ. Some people are prone to withdraw from the situation in which they experience difficulty. If they refuse to face their problem, there is no danger of failure in connection with them. ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് ചില സിറ്റുവേഷൻ വിഡ്രോ ചെയ്യുന്ന ആളുകൾ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അതായത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മരണം നടക്കുവാണ്. ഒരാൾ മരിച്ചു, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ചില വ്യക്തികൾ എന്ത് ചെയ്യില്ല, അയാളെ കാണാനായിട്ട് പോകില്ല. എല്ലാ ആളുകളും വരും. കാരണം അദ്ദേഹം നമ്മൾക്ക് അവസാനമായിട്ട് കാണാൻ പറ്റുന്ന, മരിച്ച ഒരാളെ അവസാനമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ആ ഒരു സമയം. പിന്നീട് അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ എല്ലാ ആളുകളും കാണാനായിട്ട് ശ്രമിക്കും അല്ലെ? പക്ഷെ ഈ വിഡ്രോവൽ ഡിഫൻസ് മെക്കാനിസം ഉള്ള ആളുകൾ എന്ത് ചെയ്യില്ല, കാണാനായിട്ട് പോവില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഉണ്ടോ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? യെസ് മാം. എന്റെ ഹസ്ബൻഡ് പറയുന്ന പോലെ പിന്നെ മരിച്ച വീടുകളിലൊക്കെ അധികം പോവാറില്ല അല്ലെ? യെസ്. അതായത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും.
അവർക്ക് പല പ്രശ്നങ്ങളെയും എന്ത് ചെയ്യേണ്ട വരും, ഫേസ് ചെയ്യേണ്ട വരും പോയി കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിയുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, അവരെ വിഡ്രോ ചെയ്യുന്നു. ആ സിറ്റുവേഷനിൽ നിന്ന് അവര് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരാള് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോ അദ്ദേഹം മരിക്കാനായിട്ട് പോവുമായിരിക്കും. ചിലപ്പോൾ ആക്സിഡന്റ് പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലായിരിക്കാം. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറയില്ലേ, ആളുകളെയൊക്കെ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ, വന്നു കണ്ടോളൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അതായത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ കൂടി എന്ത് ചെയ്യില്ല, നമ്മൾ പോവില്ല, ചെന്ന് കാണാനായിട്ട് നമ്മൾ താല്പര്യപ്പെട്ടില്ല. കാരണം ആ സിറ്റുവേഷൻ, അതായത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ കാണാൻ പോകുന്ന വ്യക്തിക്ക് കണ്ടു കഴിയുമ്പോൾ അതിനേക്കാളേറെ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോ മനഃപൂർവം പല സിറ്റുവേഷൻസിൽ നിന്നും മാറി നിൽക്കുന്നു അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണത് വിഡ്രോവൽ എന്ന് പറയും. ക്ലിയർ ആണോ? Then fantasy or daydreaming, കേട്ടോ. Daydreaming is a kind of withdrawal. മാം, വിഡ്രോവലിൽ ഇപ്പം ഹൊറർ മൂവീസ് ഇഷ്ടമല്ലാത്ത ഒരു ആള്, അതായത് ഭയങ്കര അതിനകത്ത് ഭയങ്കര പേടി തോന്നുന്ന ഒരാള്, നമ്മളത് മൂവി കാണാതിരിക്കുന്നത് ഈ വിഡ്രോവലിന്റെ എക്സാമ്പിൾ ആയിട്ട് ഒരു ഹൊറർ മൂവീസ് അല്ലേ, പ്രേത സിനിമയൊക്കെയില്ലേ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞ ഒരാൾക്ക് 2-3 ദിവസം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് ആ ഫീലിങ്സ് ഇങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ആ ആള് അത് ഒഴിവാക്കുന്നത് വിഡ്രോവലിന്റെ എക്സാമ്പിൾ ആണോ? അതെ, അത് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇത് നിങ്ങൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് സെമിനാർ കണ്ടക്ട് ചെയ്യുക, പ്രസന്റ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ. ഞാൻ ഓരോരുത്തർക്കുമായിട്ട് ഓരോ വിഷയങ്ങൾ തരാം. ഓക്കെ, പൊതുവായിട്ട് ചെയ്യുമ്പോഴാണല്ലോ, ചെയ്യാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾ ചെയ്യാത്ത. ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ വിളിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ടോപ്പിക് തരാം കേട്ടോ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ആരാ ചെയ്യുക? വിഡ്രോവൽ പേര് പറഞ്ഞോളൂ കേട്ടോ. സമന ചെയ്യും, അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, സിമ്പത്തിസം ആരാ ചെയ്യുന്നേ? ഞാൻ ചെയ്യുന്നു. നെഗറ്റീവിസം ഞാൻ ചെയ്യാം മിസ്സേ. ജ്യോതി. അതെ. റിഗ്രഷൻ ഞാൻ ചെയ്യാം. രഞ്ജിൻ. റിപ്രഷൻ ആരാ ചെയ്യുന്നേ? കവിത. ഞാൻ ചെയ്യാം മാം. ഞാൻ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. സപ്ലിമേഷൻ റഷിത. യെസ് മാം. റഷിതയുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ, സപ്ലിമേഷന്.
Then substitution. ഞാൻ ചെയ്യാം മാം. സപ്ലിമേഷൻ എഴുതിയിട്ടുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ടോ? മാം ഏതിലാ എന്റെ പേര് എഴുതിയിരിക്കുന്നേ? സപ്ലിമേഷൻ. സപ്ലിമേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. സബ്സ്റ്റിറ്റ്യൂഷൻ ആരാ ചെയ്യുന്നേ? ജെറിൻ മോൾ. യെസ് മാം ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ ആരാ ചെയ്യുന്നേ? റജിഷ. റജിഷ നിശാന്ത് കേൾക്കുന്നില്ലേ? കേക്കുന്നുണ്ട്. ഞാൻ ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ എഴുതുവാണ് കേട്ടോ. ഓക്കെ സെമിനാർ പ്രസന്റ് ചെയ്യാൻ ഓക്കെ അല്ലേ? ഓക്കെ. പ്രൊജക്ഷൻ. റിനി പ്രമോദ് പ്രൊജക്ഷൻ ചെയ്യാമോ? റിനി പ്രമോദ് കേൾക്കുന്നുണ്ടോ? അബ്ദുൽ ഖാദർ. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തിട്ട് വരിക. അബ്ദുൽ ഖാദർ പ്രൊജക്ഷൻ ചെയ്യാമോ? ചെയ്തോളാം. ഓക്കെ. ടീന ടോണി എന്തെങ്കിലും സബ്ജക്ട് എടുത്തായിരുന്നോ? ടീന ടോമി മാം ഇല്ല, ഇപ്പൊ എടുത്തിട്ടില്ല. കോമ്പൻസേഷൻ റേഷണലൈസേഷൻ ചെയ്യാമോ? ചെയ്യാം മാം. രണ്ടും കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഇൻഫോം ചെയ്യാം, മറ്റൊരാൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാം കേട്ടോ. മനസ്സിലായോ? അഥവാ അടുത്ത ചൊവ്വാഴ്ച ഇതിൽ പറയുന്ന ആർക്കെങ്കിലും ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ആർക്ക് കൊടുക്കേണ്ടത്. മാം സിമ്പത്തിസം ആരായിരുന്നു? സിമ്പത്തിസം ഞാനാണ് മാം. ബിൻഷിയാണ്. ഓക്കെ മാം. ഈ പ്രൊജക്ഷൻ റേഷണലൈസേഷൻ ടീന സനിലയ്ക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തോളൂ കേട്ടോ. ചെയ്യേണ്ട ആവശ്യമില്ല, സനിലിനോട് ചോദിക്കൂ. ഏതെങ്കിലും ഒന്ന് സനില ചെയ്യട്ടെ, ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. 10 മിനിറ്റില് പറഞ്ഞു തീർക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഒരെണ്ണം കൂടിയാണുള്ളത്. ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് വളരെ ലൈവ്ലി ആയിട്ട് നമ്മളെ കൊണ്ട് എക്സാമ്പിൾസ് ചിന്തിപ്പിക്കാനും ഡിഫൻസ് മെക്കാനിസം എന്ന ടോപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ മാം നമുക്ക് പറഞ്ഞു തന്നു. മാമിന് ഒത്തിരി നന്ദി. ഈ ക്ലാസ്സിൽ സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും, അറ്റൻഡ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും, കോർഡിനേറ്റിംഗ് ടീമിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ തന്നെ സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തു വരിക. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.